ഇതൊന്ന് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ പോയപ്പോഴാട്ടോ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു ഫ്രൂട്ട് എൻ്റെ കണ്ണിൽ പെട്ടത്. പിന്നെ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ത്വരയായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഫ്രൂട്ട്. ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ ChatGPTക്ക് എൻ്റെ ഒരു പിക്ക് അയച്ചു കൊടുത്തിട്ട് ഡീറ്റെയിൽസ് എടുത്തു. അപ്പോൾ ഇതിൻ്റെ പേര് പേഴ്സിമൺ ഫ്രൂട്ട് എന്നാണെന്നും ജപ്പാനിലും ചൈനയിലുമാണ് ഇതിനെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതെന്നും ഒക്കെ ChatGPT പറഞ്ഞു തന്നു കേട്ടോ. ചൈനക്കാർ ഇതിനെ ഫുയു പേഴ്സിമൺ എന്നും ജപ്പാൻകാർ ഇതിനെ ജാപ്പനീസ് പേഴ്സിമൺ എന്നും പറയും. നമ്മൾ മലയാളീസ് ഇതിനെ ജാപ്പനീസ് പഴം എന്നാണ് പറയുന്നത്. പക്ഷേ കടക്കാരനോട് ചോദിച്ചപ്പോൾ കടക്കാരൻ കക്കി ഫ്രൂട്ട് എന്നാണ് എന്നോട് പറഞ്ഞത്. സത്യം പറഞ്ഞ് ഇതിന് അങ്ങനെ ഒരു പേരേ ഇല്ലെന്നാണ് ChatGPT പറയുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ തക്കാളി പോലെ ഇരിക്കുമെങ്കിലും കഴിക്കുമ്പം ഒരു ആപ്പിളിൻ്റെ ടെക്സ്ചറാണ്. പക്ഷേ തിന്ന് കഴിയുമ്പം തേനിൻ്റെ മധുരവുമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഫ്രൂട്ടാണ് കേട്ടോ. നല്ല രീതിയിൽ പഴുത്തിട്ടില്ല, പക്ഷേ നല്ല മധുരമുണ്ട് കേട്ടോ. ഈ ഒരു ഇതിലും ഒരുപാട് പഴുത്ത് കഴിയുമ്പോഴത്തേനും ഈ സെൻറ്ററിൽ വരുന്ന പോർഷന് ഒരുമാതിരി ജെല്ലി ടൈപ്പ് ഒരു കൺസിസ്റ്റൻസി വരും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയും പഴുക്കും തോറും ഇതിൻ്റെ മധുരം കൂടി കൂടി വരുത്തതേ ഉള്ളൂ. കഴിച്ചിട്ടില്ലാത്തവർ ഒന്ന് കഴിച്ചു നോക്കുക.